അതുപോലെ തന്നെ പല ആളുകളും വണ്ടിയിൽ കയറുമ്പോൾ അവരോടൊക്കെ നല്ല രീതിയിൽ നമ്മൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു പ്രചരണം ഞങ്ങൾ വളരെയധികം ശക്തമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആൾ ജയിക്കും, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലേണ്ട അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടി വണ്ടി ഇവിടെ ഇട്ടിട്ട് തൊട്ടിച്ചിട്ട് നാട്ടിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടെന്ന്. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിന് വേണ്ടി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ച തൃശ്ശൂരിലെ കുറച്ച് ഓട്ടോ തൊഴിലാളികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇവരോട് നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം എത്രത്തോളമായിരുന്നു ഈ ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം, അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടെ 2 പ്രാവശ്യമായിട്ട് സുരേഷ് ഗോപി തോറ്റു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. മൂന്നാമതും ആളവിടെ വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രചരണമായിട്ട് മുന്നോട്ട് വന്നത്. ചതിക്കില്ലെന്ന് ഉറപ്പ്. അത് ആദ്യമായിട്ട് നമ്മളാണ് ഒട്ടിച്ചത്. അത് കണ്ട് നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ ഒരു 700ഓളം ആളുകൾ ഇത് ഒട്ടിച്ചു, തൃശ്ശൂർ മാത്രം. അപ്പോൾ അതിൻ്റെ ഭാഗമായി സുരേഷ് ഗോപി വരണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ പല ആളുകളും വണ്ടിയിൽ കയറുമ്പോൾ അവരോടൊക്കെ നല്ല രീതിയിൽ നമ്മൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു പ്രചരണം ഞങ്ങൾ വളരെയധികം ശക്തമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആൾ ജയിക്കും, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് വേണം, ഒരു ആഹ്ലാദ പ്രകടനം കഴിഞ്ഞിട്ട് വേണം പോസ്റ്റർ നമുക്ക് വണ്ടി നിന്ന് മാറ്റാനായിട്ട്. അതുവരെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. അതാണ് ഈ നമ്മുടെ ഈ പ്രധാനമായിട്ട് തൃശ്ശൂരിലെ മറ്റ് സ്ഥാനാർത്ഥികൾ ഇത് കണ്ടിട്ട് ഇതുപോലെ ബാക്കി പ്രചാരണ കാര്യങ്ങൾ നടത്തിയിരുന്നല്ലോ. ഓട്ടോറിക്ഷ സുനിൽകുമാറിൻ്റെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ഇല്ല, സുനിൽകുമാറൊന്നും ചെയ്തിട്ട് അത് വിജയിച്ചിട്ടില്ല. നമ്മൾ ചെയ്ത മാതിരി വിജയിച്ചിട്ടില്ല. അത് നമ്മൾ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് കരുവന്നൂർ വിഷയത്തിൽ ഒരു 5-6 ആൾക്കാർ കുറി പൈസ വെച്ചിട്ട് കിട്ടാണ്ട് ആത്മഹത്യയിലും മരണപ്പെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി സാറിനെ വരണം, ഇവിടെ വന്നാൽ വിജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്മയാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു സ്കീം നമ്മൾ ഒരു MP എന്നുള്ള രീതിയിൽ ഒരു സ്കീം ഓഫർ ചെയ്തു, അതിൽ നിന്ന് 25% ഇങ്ങോട്ട് അടിച്ചു മാറ്റി അങ്ങനത്തെ ഒരാളല്ല. കയ്യിലത്തെ കാശ് അങ്ങോട്ട് കൊടുത്താലും നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല നല്ല കാര്യങ്ങളും നടത്താൻ ചിന്തിക്കുന്ന ഒരു നന്മ മനുഷ്യനാണ്. ഒരു നന്മ മരം എന്ന് പറയണ പോലെയുള്ള ഒരാളാണ് ആള്. അപ്പോൾ ആൾക്ക് സപ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മുടെ ദൗത്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഇലക്ഷന് ശേഷം ജനങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അവരൊരു വിലയിരുത്തലൊക്കെ ഉണ്ടാവുമല്ലോ. ജയിക്കുന്നാണ് മിക്ക സ്ത്രീകളും ഓട്ടോറിക്ഷയിൽ കയറുന്ന ഭൂരിഭാഗം സ്ത്രീകളും പറയുന്നത്. സുരേഷ് ഏട്ടന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ജയിക്കും, ആള് ജയിക്കണം, ആള് ജയിച്ചാലേ ഈ തൃശ്ശൂരും അതേമാതിരി കേരളത്തിന് നന്മ വരും എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് നമുക്ക് അധികം കാണാൻ പറ്റിയിട്ടുള്ളത്. ആരും മോശമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ. ഇപ്പോൾ ഞങ്ങൾ ആരംഭം കുറിക്കുമ്പോൾ, അതായത് ചതിക്കില്ല എന്നുറപ്പാണ് എന്ന ഒരു മുദ്രാവാക്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്ന് ഓട്ടോ തൊഴിലാളികൾ ഒരു പരിപാടി നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമാരംഭം ഇതിൽ കുറിച്ച് വെച്ചത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അന്ന് തുടങ്ങി ഇതുവരെ അദ്ദേഹത്തിൻ്റെ ജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുവെങ്കിൽ അത് ആ വ്യക്തിയുടെ മഹത്വമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ഓട്ടോയിൽ കയറുന്നവരായാലും, നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്നവരായാലും, നമ്മുടെ കൂടെ ഉള്ള ഓട്ടോ തൊഴിലാളികളായാലും, പല വിഭാഗങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന്, ജില്ലയുടെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് തൃശ്ശൂർ നഗരത്തിലുള്ളത്. അവരുടെ സപ്പോർട്ട് കാരണം അവരെല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് തൊട്ടിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഉണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പല പാർട്ടികളിലായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾക്കിത് ഒട്ടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലേണ്ട അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടി
വണ്ടി ഇവിടെ ഇട്ടിട്ട് തൊട്ടിച്ചിട്ട് നാട്ടിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടെന്ന്. അങ്ങനെ കണ്ട് മുന്നോട്ട് വെച്ച കാലിൽ നിന്ന് ഇലക്ഷൻ പ്രചരണാർത്ഥം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിലായാലും അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളിലായാലും ഒക്കെ നമ്മൾ പോകുന്ന ഏരിയകളിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ ക്രൗഡ് കാണുന്ന സ്ഥലങ്ങളിൽ, അതായത് ഒരു ജനക്കൂട്ടം കാണുകയാണെങ്കിൽ വെറുതെ കൊണ്ടുപോയി ഫോൺ ചെയ്യുന്ന മാതിരി ഒരു 5 മിനിറ്റ് നേരം വണ്ടി അവിടെ ഇടും. കാരണം ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ ഒരു വണ്ടി വന്ന് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി, അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിലേക്ക് തിരിയും. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുടെ ഇന്ന്. ചേട്ടൻ BJP കാരനാണോ, ചേട്ടൻ ഇവിടുത്തെ അവസ്ഥ എന്താണ്, പുറമേ നിന്ന് വരുന്നവർ ജയിക്കില്ലേ, ഇപ്രാവശ്യം നിങ്ങളെല്ലാവരും കൂടി ആളെ ജയിപ്പിക്കണം, എന്നാലാണ് കേരളത്തിന് നല്ലൊരു മന്ത്രിനെ കിട്ടുള്ളൂ. കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ ഫോട്ടോ കൊണ്ട് ഇത്ര നാളും നടന്നത്. ജയിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കൂട്ടത്തിലൂടെയാണ് നമ്മൾ തൃശ്ശൂർ പൂരം ആഘോഷിച്ചത്. കാരണം അദ്ദേഹത്തിന് വിജയം ഉറപ്പിച്ച ഒരു കൂട്ടം ജനതയുടെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ തൃശ്ശൂര് രണ്ടാമത്തെ ഒരു പൂരം ജൂൺ 4 നടക്കും. തീർച്ചയായിട്ടും, എന്താ സംശയം. ഇത് നമ്മൾ മുന്നേ, അതായത് ആദ്യമായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചെന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ച എല്ലാ മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം ഞങ്ങൾ തൃശ്ശൂർക്കാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്ത് തൃശ്ശൂർ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യണം. അദ്ദേഹം വോട്ട് മറിച്ചെന്നുള്ള രീതിയിലൊക്കെ ഈ CPM വോട്ടുകൾ BJPക്ക് മറിച്ചെന്നുള്ള ആരോപണമായിട്ട് K മുരളീധരൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? ഒരു എലക്ഷൻ ആവുമ്പോൾ, കാരണം ഇദ്ദേഹം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയോടുള്ള ജനങ്ങളുടെ ആരാധന ജനങ്ങളുടെ ഉള്ളിൽ നടന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അദ്ദേഹം ആ പരിസരത്തുള്ള എല്ലാവരെയും കുറിച്ചും ഒരു സാമാന്യ വിശകലനം നടത്തും. അതിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടായിരിക്കണം പലപ്പോഴും കൂട്ടത്തോട് കൂടിയിട്ട്. ഇപ്പോൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഇവൻ കരുവന്നൂര് ചെന്ന് ഒരാളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1000 പേരാണ് വരിക സുരേഷ് ഗോപിക്ക് സപ്പോർട്ടായിട്ട്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഇദ്ദേഹം ചെന്നിറങ്ങുന്ന സ്ഥലങ്ങളിൽ 200 ആള് 300 ആള് കൂട്ടത്തോട് കൂടി വന്ന് BJPയിലേക്ക് അണിചേരുന്നൊരു കാഴ്ചയാണ് നമ്മളെല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുൻകരുതൽ, കാരണം ദയനീയമായ തോൽവിയിൽ നിന്ന് ഒരു എന്താ പറയുക, ജനങ്ങളുടെ മുന്നിൽ അതിൽ നിന്നൊരു രക്ഷപ്പെടല്, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം CPM മറച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞുമാറല് ദയനീയമായ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ സുഹൃത്ത് ജിനു ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഇലക്ഷൻ ഡിക്ലറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുമ്പ് ജിനു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, നമുക്ക് ഒരു പരിപാടി ഇവിടെ ഉണ്ട് സുഹൃത്തെ, ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ജിനു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ, നമുക്ക് ഇപ്രാവശ്യം സുരേഷ് ഗോപി സാറിനെ ഇവിടെ എന്താ പറയുക കാൻഡിഡേറ്റ് ആക്കാൻ വേണ്ടി ഒരു പ്രചരണം ആദ്യം നടത്തണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നേരം ഇത്രയും ആത്മവിശ്വാസമില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ജിനുവിൻ്റെ സഹകരണത്തോടു കൂടി ഞങ്ങളൊരു 10-50 പേര് കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുക ചെയ്ത്. അതിന് ആദ്യമായിട്ട് ഇവിടുത്തെ എന്താ പറയുക BJP നേതാക്കന്മാരോട് ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങളോട് ജിനുവിനോടും ഞങ്ങളോടും യാതൊരുവിധ വെറുപ്പും തോന്നരുത്. ഞങ്ങൾ പ്രഖ്യാപിച്ച് ഇവിടെ പ്രചരണം തുടങ്ങിയതിന് ശേഷമാണ്, പിന്നെ ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി സാറാണ് ഇവിടെ ഇലക്ഷന് നിൽക്കുന്നതെന്ന് പ്രഖ്യാപിച്ചത്.
അങ്ങനെ ഇവിടെ വളരെയധികം ഞങ്ങൾ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഇതുപോലെ ഒരു ഏതാണ്ട് ഒരു 10-700 ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഞങ്ങൾ സുരേഷ് ഗോപി സാറിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് പ്രചരണം തുടങ്ങി. അതിനുശേഷം ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ അടുത്ത കാൻഡിഡേറ്റിൻ്റെയൊക്കെ അതായത് കോൺഗ്രസിൻ്റെ മറ്റേ ആണെങ്കിലും അല്ലെങ്കിൽ CPIയുടെ ആണെങ്കിലും ഫോട്ടോകൾ ഇതുപോലെ നമ്മുടെ കോപ്പി അടിച്ച് ഓരോ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ വന്ന് ഒരു ബോറായിട്ടാണ് നമുക്ക് ആർക്ക് കണ്ടാലും അത് തോന്നുക. എങ്കിലും ഞങ്ങളിവിടെ പരമാവധി നന്നായിട്ട് തന്നെ ഞങ്ങളിവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിയിട്ടുണ്ട്. അന്ന് ഏതാണ്ട് ഞങ്ങൾ അന്ന് ഇവിടെ കൂടിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് 50,000 വോട്ടിന് സുരേഷ് ഗോപി സാർ ജയിക്കുമെന്നാണ്. അത് ഇവിടെ തീർച്ചയായിട്ടും ഈ പൂരം ഇവിടെ ഉഴപ്പിയല്ലോ ഇവരുടെ ഏതാണ്ട് ഇവരുടെ ആൾക്കാരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് പൂരം ഉഴപ്പിയത്. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? സുരേഷ് ഗോപി സാറിന് രണ്ടാമത് ഞങ്ങൾ പൂരം നടത്താൻ വേണ്ടിയാണ്. അത് ഞങ്ങൾ ഇലക്ഷന് ശേഷം ഞങ്ങളിവിടെ പൂരം ആഘോഷിക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? പ്രവർത്തനം ഗംഭീരമായിരുന്നു. ഞങ്ങളാണ് ഓട്ടോക്കാരുടെ തുടക്കം കുറിച്ചത്. അത് വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് കാണുകയും ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജനങ്ങൾ ഏറ്റവും അധികം ജനങ്ങളായിട്ട് സമ്പർക്കം ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ ആണ് ഞങ്ങളുടെ. ആ തൊഴിൽ വെച്ച് ഞങ്ങൾ പരമാവധി അദ്ദേഹത്തോടുള്ള ആരാധന മൂത്ത് ഞങ്ങൾ പരമാവധി ജനസമ്പർക്കം ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ഹൈ റിസൾട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ആത്മവിശ്വാസം തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അദ്ദേഹം ജയിക്കും തന്നെയാണ്. കാരണം നിശബ്ദമായുള്ളൊരു ഒഴുക്ക് അദ്ദേഹത്തിന് പോയിട്ടുണ്ട്. അതിലൊരു വിളറി പൂണ്ടിട്ടാണ് മറ്റുള്ള സ്ഥാനാർത്ഥികളും മറ്റുള്ള വിഭാഗങ്ങളും പറയുന്നത് വോട്ടിൻ്റെ അട്ടിമറി മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു നിശബ്ദ പ്രചരണം, ഒരു പ്രവാഹം അദ്ദേഹത്തിന്, സ്ത്രീകൾ, കുട്ടികൾ, അല്പം ബുദ്ധിയുള്ളവർ, സന്മനസ്സുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല. അത് ആരോടും പറയാതെ. കാരണം ഒരു മനുഷ്യത്വമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രാഷ്ട്രീയത്തിനുപരിയായി അദ്ദേഹം ഒരു സന്മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്തുള്ള ഗുണങ്ങൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളൊരു വലിയ വാഗ്ദാനം, അതിലും അപ്പുറം അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിശബ്ദമായി ആരോടും പറയാതെ പല പാർട്ടിയിലെയും പല ആൾക്കാരും അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായി തൃശ്ശൂർ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത് സത്യം തന്നെയാണ്. ഇത് വിജയിക്കുമെന്നുള്ളത് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. എത്ര വോട്ടിന് ജയിക്കുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു? വൻ ഭൂരിപക്ഷമല്ല ഞങ്ങളുടെ മനസ്സിൽ, എങ്കിലും ഞങ്ങൾക്ക് ഒരു വോട്ടിന് ജയിച്ചാലും അതൊരു വലിയ വിജയം. അത്ര ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു വോട്ടിനെങ്കിലും ജയിച്ചാൽ അതൊരു വലിയ വിജയം തന്നെയാണ്. സത്യത്തിൻ്റെ വിജയം തന്നെയാണ്. ആത്മാർത്ഥതയുടെ വിജയം തന്നെയാണ്. കരുണയുടെ വിജയം തന്നെയാണ് അത്.